നമുക്ക് വരി ഞങ്ങൾക്കൊരു സർപ്രൈസ് കാണിച്ചു തരാം. എനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത്, രണ്ടാൺമക്കള്. ആ രണ്ടാൺമക്കളും കല്യാണം കഴിച്ചിട്ട് രണ്ട് പെൺകുട്ടികളുമായി. അങ്ങനെ എനിക്ക് 4 മക്കളാണുള്ളത്. ആ 4 മക്കളും കൂടെ എനിക്ക് വനിതാ ദിനത്തിൻ്റെ അന്ന് എനിക്കൊരു വലിയ സർപ്രൈസ് തന്നു. വരി ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഞാനും കണ്ടില്ല സർപ്രൈസ്, ഞങ്ങളെ മുമ്പൊന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ടാ. എന്നാ വരി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതാണ് ആ സർപ്രൈസ്. എൻ്റെ മക്കളെ ഞാൻ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ച് കഴിഞ്ഞപ്പോൾ ഓരോരോ സർപ്രൈസുകൾ ഇങ്ങനെ വരുന്ന മക്കൾ നല്ല രീതിയിൽ എത്തിച്ചതിന് എനിക്ക് ഒരു ഉമ്മ നല്ല നിൽക്ക് ഞാൻ വിജയിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ട്, 1 2 3 4 5 എന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്നോട് പറഞ്ഞു തന്നിട്ടുമില്ല. നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാട്ടോ എന്തൊക്കെയാന്നുള്ളത്. ഫസ്റ്റിൽ കിട്ടിയ സർപ്രൈസ് ഇതാ വാക്വം ക്ലീനർ. എന്താന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഏജ് കൂടിക്കൂടി വരികയല്ലേ. അപ്പോൾ എനിക്ക് പണിയെടുക്കാനുള്ള പ്രയാസം കണ്ടിട്ട് എൻ്റെ മക്കൾ എനിക്ക് തന്നതാണ്. എനിക്ക് മക്കളോട് ഓരോന്ന് തരുന്നത് എനിക്ക് സങ്കടം. കാരണം അവർ രാവും പകലും പണിയെടുത്തുണ്ടാക്കിയിട്ട് ഉമ്മാക്ക് സർപ്രൈസ് എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം കേട്ടോ. ഞാൻ കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടേ എല്ലാ രക്ഷിതാക്കൾക്കും മക്കൾ ഇങ്ങനെ കൊടുക്കുന്ന മക്കളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നോക്കാം നമുക്ക് എന്താന്നുള്ളത്. ഇതാണ് സംഭവം. ഞാനിതുവരെ കണ്ടിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല കേട്ടോ. ഞാനൊക്കെ പഞ്ചന് മക്കളപ്പം എല്ലാം ശരിയാക്കി തരുന്നു. പൊളിക്കുന്നത് ആരാന്നറിയില്ലേ? ഉപ്പയും ഉമ്മയും കൂടെയാ എല്ലാം ചെയ്യുന്നത്. നോക്കട്ടെ, ഇതിൻ്റെ ഫിറ്റിങ്സ് ഒന്നും എനിക്കറിഞ്ഞൂടെ. കറണ്ട് ഇതെല്ലാം ഫിറ്റാക്കിയിട്ട് ഞാൻ ഉപയോഗിച്ച് കാണിച്ചു തരാം കേട്ടോ. അടിച്ചു വരേണ്ട പോലും ഇനി ഇത് മതി എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഉരവേദന മുട്ടുവേദന എല്ലാം ഉള്ളതല്ലേ. അപ്പോൾ ഒക്കെ ഒന്ന് പരിഹാരം ഇതൊന്ന് ഫിറ്റാക്കേണ്ടത് കാണിച്ചു തരാം കേട്ടോ. ഫിറ്റാക്കി വെക്കുമ്പോൾ അതാ നോക്ക്, നല്ല രസമുണ്ട്. ഇങ്ങനെ അധികം കുനിയൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ നിന്ന് ഇങ്ങനെ കറണ്ട് വേണം കേട്ടോ. ഇതങ്ങനെ ഫിറ്റാക്കി ഞാൻ നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതൊക്കെ വരുന്നുണ്ട് കേട്ടോ, അതെല്ലാം കിട്ടുന്നുണ്ട്. അധികം കുനിയൊന്നും വേണ്ട, ഞാൻ പിന്നെ പേടിച്ചിട്ടൊന്ന് കുഞ്ഞിന്നേ ഉള്ളൂ. സോഫന്റെ ഇടയിലൊക്കെ പോവും. ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് റൂം ടൈലൊക്കെ ഇട്ട സ്ഥലമാണെങ്കിൽ നല്ല സുഖം. അതായത് ഇതുപോലൊക്കെ ആണെങ്കിൽ നല്ല ഇങ്ങനെ പൊക്കിയിട്ട് അതൊക്കെ അങ്ങോട്ട് എടുക്കുക. ഞാൻ നോക്കട്ടെ അതെങ്ങനെയാന്നുള്ളത്. വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഈ പെട്ടിയിൽ കണ്ടതാ. ഇതെന്താണെന്നറിയോ? അടിച്ചു വരുന്നതിൻ്റെ താഴ്ഭാഗം ഇങ്ങോട്ട് ഊരിയെടുത്തിട്ട് ഇത് ഫിറ്റാക്കി കഴിഞ്ഞാൽ സോഫൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാ ഇത്. അടിപൊളിയാട്ടോ, സൂപ്പറാ. അടുത്തത് നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തത് എയർ ഫ്രയർ. ഇതെന്താണെന്നറിയാം സംഭവം? ഇതിപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നു കാണുന്നു ഇവർ തന്നതിന് ശേഷം. എൻ്റെ മക്കൾ രണ്ടും മെഡിക്കലാണല്ലോ പഠിച്ചത്, ഒരാൾ ഡോക്ടറും ഒരാൾ നേഴ്സും. അതുകൊണ്ട് ഇപ്പം ഞാൻ ആകെ കുടുങ്ങി. എന്താന്ന് പറഞ്ഞാൽ ഒന്നും ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കൂല. കാരണം പ്രായമാകുന്തോറും ഷുഗറാ പ്രഷറാന്നും പറഞ്ഞ് ഞങ്ങളെ ഫുൾ ചെക്കപ്പ് ചെയ്യിക്കലും ഉണ്ട്. അതിനനുസരിച്ചില്ലേ ഇതിൽ എണ്ണ ഇടാണ്ട് ചേർക്കാണ്ട് പൊരിക്കുന്ന സംഭവങ്ങളാണ് ഇതിൽ. പപ്പടം വരെ നമുക്ക് വറുക്ക പോലും എണ്ണ ഇല്ലാണ്ട് പറയുന്നുണ്ട്. മക്കൾ പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. അവർ ചെയ്ത് തന്നെ പഠിപ്പിച്ചു തരും എല്ലാം. ഈ ഷുഗർ വന്നാലുണ്ടല്ലേ നമുക്ക് ഒന്നും ഭക്ഷണം മൊത്തം നിയന്ത്രണം. ഇപ്പം മക്കളെ നിയന്ത്രണത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഓരോ ഭക്ഷണക്രമങ്ങൾ ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എണ്ണ പാടില്ല പോലും. നമുക്ക് എയർ ഫ്രയറും തുറന്ന് നോക്കാം. കാണാത്തവരുണ്ടാവും എന്നെ പോലെ ഉള്ളവർ. മക്കളാളാകുമ്പോൾ ഓരോന്ന് വാങ്ങി തരുന്നില്ല, അതിങ്ങനെ തുറക്കലാണ് പോലും. ഓ ഇങ്ങനെ ഇതിൽ ചിക്കനൊക്കെ വെക്കുക. ഇത് തേച്ച് അവസാനം വൃത്തിയാക്കി വെക്കാം അല്ലേ. എന്നിട്ട് ഇതിലിങ്ങനെ കോഴിൻ്റെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. ഇങ്ങനെ
എണ്ണ ഒന്നും വേണ്ട. എന്താ ഇങ്ങനെ സ്വിച്ച് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാം പൊരിച്ചിങ്ങ് തരും, നല്ല ഉഷാറാക്കി ഇങ്ങ് തരും. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എണ്ണക്കടി അധികം കൂട്ടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടുള്ള ഇത്. അങ്ങനെ ഇങ്ങനത്തെ ലോക്കലൊന്നും അല്ല, ഇത് ഭയങ്കര നല്ല സെറ്റപ്പ് ഉള്ളതാണ് പോലും. ഇത് എന്തായിരുന്നു ഇതിന്? ഫിലിപ്സ് ആ കമ്പനീൻ്റെ ആണ്. അപ്പം ഞങ്ങളിങ്ങനെ ജീവിച്ചു പോകണം, ഓരോന്ന് വാങ്ങലൊക്കെ ഇരുന്നു കേട്ടോ. അപ്പം മക്കൾ വാങ്ങുന്നത് നല്ല അടിപൊളിയേ വാങ്ങൂ, അവരോട് പറഞ്ഞിട്ട് കാര്യമല്ല, അവർ വാങ്ങിത്തരുന്നത് അടിപൊളിയാണ്. നമുക്കിതിൽ ചിക്കനൊക്കെ ഞാനിവിടെ പിന്നെ മസാല ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് പൊരിച്ച് നോക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്, നമുക്ക് അറിയാലോ. അടുക്കളയ്ക്ക് കൊണ്ടുപോകണം അതിന്. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുത്ത് ഇനി ഞാൻ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് വെക്കുക. എണ്ണ വേണ്ടാന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനം. പിന്നെ ഈ ഷുഗറുകാർക്കൊക്കെ ചിക്കൻ കഴിക്കാൻ പോലും കേട്ടോ. ഇന്ന് എന്തൊക്കെയാ പഠിപ്പിച്ചിരുന്നത്, ഇവർ പോയാൽ പിന്നെ ഞാനൊന്നും പഠിക്കൂലല്ലോ, അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഈ ഓരോ ഫുഡിനും ഓരോ പിന്നെ ഓരോന്ന് ക്രമീകരണം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ചിക്കനാണല്ലോ, ചിക്കൻ 150 ഡിഗ്രിക്ക് 20 മിനിറ്റ് അതിവിടെ സെറ്റാക്കി വെച്ചതാണ്. വെറും ഇവിടെ ചിക്കനാണ് ശരിക്കും നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇനി ഇത് തുറക്കല്ല, തിരിക്കുക 20 ആക്കിയിട്ട്. ഇപ്പോൾ ഓണാക്കിയപ്പോൾ നേരിയ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് 20 മിനിറ്റ് കഴിയണമല്ലോ ഇതാവണമെങ്കിൽ. അപ്പം 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വരാം. ഇനി വേറെ ഉണ്ട് നമുക്ക് തുറക്കാൻ, ഓപ്പൺ ചെയ്യാൻ. അത് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അടിച്ചു വാരുന്നതുമായി ചിക്കൻ പൊരിക്കുന്നതുമായി. ഇനി അടുത്തത് എന്താണെന്നറിയില്ല, നോക്കട്ടെ കേട്ടോ. എന്താണെന്നറിയില്ല, ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ഇതും അറിയില്ല അതും അറിയില്ല, നോക്കട്ടെ. ഇവരാണെങ്കിൽ ഒന്നും പറയണമില്ല, എല്ലാം സർപ്രൈസ് ആണല്ലോ. ഓപ്പൺ ആക്കുന്നുണ്ട്, നോക്കട്ടെ. പുതിയതൊക്കെ എനിക്ക് ഓപ്പൺ ആക്കാനും എനിക്ക് പേടിയായി, മക്കൾ വാങ്ങിത്തന്നെ നാശമായി പോകുക. ഇതെന്താ സംഭവം? മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ കൊണ്ടുള്ള കെട്ടി ബന്ധാക്കി. ഇതെന്താണെന്നറിയോ, പൊളിച്ച് നോക്കുമ്പോൾ ഇത് നമ്മൾ മസാലപ്പൊടിയൊക്കെ വെക്കാനുള്ള കുപ്പികൾ വെക്കാനുള്ള സൗകര്യം. മോൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ ഓൻ്റെ അടുക്കളയിൽ എന്നെ സഹായിക്കാനൊക്കെ ഉണ്ടാകില്ല. അപ്പോൾ എനിക്ക് ഞാൻ വെച്ചതൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതൊന്നും ഇനി വേണ്ടെന്നാണ് പറയുന്നത്. മോൻ്റെ വക, മോനാണ് ഇപ്പോൾ ഇതിനൊക്കെ ലിസ്റ്റ് ഇട്ടത്. ഇപ്പം ഇതിന്മേൽ ഇങ്ങനെ നമ്മൾ ഓരോന്ന് ഇതാ, കത്തി വെക്കാനുണ്ട്, സ്പൂണ് വെക്കാനുണ്ട്. കത്തി വെക്കുന്നത് ഇവിടെ, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്ര മതിയോന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനത്തേതാ, ഇത് ചുമരുമലേക്ക് ഫിറ്റാക്കാൻ സംഭവം അടിപൊളിയാണ്, കുറേ കൊള്ളുമെന്നുള്ളതാ. ഇതൊക്കെ എന്താണെന്നുള്ള അറിയില്ല, ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഓരോ ഐറ്റംസ്. ചിക്കൻ അവിടെ വേവുന്നുണ്ട്, അടിച്ചു വാരൽ കഴിഞ്ഞു, ഇനി ഇത് ഫിറ്റാക്കൽ. ഓരോ മക്കളും ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് വാങ്ങിത്തരുന്നത്, നമുക്കൊന്ന് ഫിറ്റാക്കത്. നാലാമത്തതാണ് ഇപ്പോൾ ഏറ്റവും വലുത്. ഇതെന്താന്നുള്ള അറിയില്ല, നമുക്ക് നോക്കാം നാലാമത്തേന്. പിന്നെ ബാക്കിയുള്ള മറ്റേ സ്റ്റാൻഡ് ഫിറ്റാക്കണമെങ്കിൽ അതിന് മെനക്കെട് തന്നെ വേണം. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡ് ഫിറ്റാക്കുന്നില്ല. അതിനനുസരിച്ചുള്ള ഈ ഇതും വാങ്ങാൻ കുപ്പിയും വാങ്ങുകയാണ് പോലും. ഒന്ന് പൊളിച്ച് വെക്കുക. ഇതെന്താ സംഭവം എന്നറിയോ? എൻ്റെ മോന് എൻ്റെ അടുക്കളയിലെ പഴയതൊന്നും ഇപ്പം പറ്റുന്നില്ല, എല്ലാം മാറ്റി. ഞാൻ ഇപ്പം വലിയ സ്റ്റാൻഡൊക്കെ വാങ്ങി വെച്ചിരുന്നു, എൻ്റെ പാത്രം കഴുകിയിട്ട് പ്ലേറ്റ് ഇങ്ങനെ വെക്കുന്നത്. ഇപ്പോൾ എനിക്ക് മോന് പറ്റൂല പോലും. എന്നിട്ട് വേറെ വാങ്ങിയതിന് മോഡൽ, ഇതിലെന്തെല്ലാം ആയുധങ്ങളുണ്ട് നോക്ക്. ഇതൊക്കെ നല്ല വലിപ്പമുള്ള ഓരോന്നൊക്കെ എന്തൊക്കെ ഉണ്ടെന്നറിയാം. പ്ലേറ്റ് വെക്കാനായിട്ട്, ഗ്ലാസ് വെക്കാനായിട്ട് ഞാൻ ഫിറ്റാക്കിയിട്ട് താഴെ വെച്ചിട്ട് ഫിറ്റാക്കിയിട്ട് കാണിച്ചു തരാം. സംഭവം അടിപൊളിയാണ്, പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മൾ ഇതിനൊന്നും മെനക്കിടൂലല്ലോ. മോന് ആകെ മൊത്തം ടോട്ടൽ അടുക്കള മാറ്റുക. മോനെന്നല്ല, 4 ആളും കൂടെ കൂടിയിട്ട്, 2 ആൺമക്കളും 2 പെൺകുട്ടികളും. ഞാനിപ്പോൾ എനിക്ക് 4 മക്കളാന്നാ പറയലെന്നെ. പക്ഷെ അവരിതാക്കാൻ എല്ലാ കാര്യമായിട്ട് പുറപ്പെട്ടാണ് വനിതാ ദിനത്തിൻ്റെ അന്ന്. നമ്മളതൊന്ന് ഫിറ്റാക്കി നോക്കാം കേട്ടോ, എങ്ങനെ ഉണ്ട് എന്നുള്ള അറിയാലോ. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് 20 മിനിറ്റ് കഴിയുന്നവരെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. വെച്ചിട്ട് ഞങ്ങൾ സ്റ്റാൻഡൊക്കെ ഫിറ്റാക്കാൻ വേണ്ടി പോയതായിരുന്നു. ഫിറ്റാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു സൗണ്ട് വന്നു, ഇതൊരു അലാറം വരും 20 മിനിറ്റ് ആയാൽ. അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കാം കേട്ടോ.
ഒക്കെ പുതുമാതിരിയാ. അടിപൊളിട്ടോ. അതാ നോക്ക്. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ നീരെന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. തുറന്നു നോക്കാം. ഏതായാലും ഞാനൊന്നും തിന്നു നോക്കട്ടെ കേട്ടോ. സൂപ്പർ കേട്ടോ. നല്ല പതുണ്ട്, നല്ല രസം. ഇത് ഒരു തുള്ളി എണ്ണ ഉപയോഗിച്ചില്ല. ഇത് കോഴി ഇങ്ങനെ മസാല വെച്ച് അതിൽ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. നല്ല സൂപ്പർ, നല്ല വെന്ത് ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റും. വെന്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു കഷ്ണം ഞാൻ തിന്നു. ഇതാ നോക്ക്, കൈ ഭയങ്കര ചൂടാ. ഇതാ ചൂടുകൊണ്ട് ഇതാ നല്ല അടിപൊളിയാണ്. ഇത് വിജയിച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് നോക്കട്ടെ. അടിച്ചു വരാൻ ഇപ്പോൾ ആളായി. ഒക്കെ പെൺകുട്ടികൾ, ഓരോ പെൺകുട്ടികളാണ് എനിക്ക്. അടിച്ചു വരാൻ ഒരു പെൺകുട്ടി. ഇനിയിപ്പോൾ അത് വേവിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ സ്റ്റാൻഡും ഫിറ്റാക്കി. എന്താ പഴയ സ്റ്റാൻഡ് ഇതാട്ടോ. ഇതൊന്നും ഇപ്പം മോന് പറ്റാണ്ടായി. മക്കൾക്ക് ഒരാൾക്ക് മാത്രമല്ല, ആർക്കും രണ്ടൊക്കും പറ്റുന്നില്ല. ഞാനോട് വേറെ ഫിറ്റാക്കി. എങ്ങനെ ഉണ്ട് ഇത്? അടിപൊളിയാണ്, സംഭവം അടിപൊളി തന്നെയാണ് കേട്ടോ. പണം പോയാലെന്താ പവർ വരട്ടെ എന്നപ്പം ഞങ്ങളിലുള്ളത്. ഇത് അടുക്കള മൊത്തം, ഈ അടുക്കള ഇപ്പം മക്കൾക്ക് പറ്റുന്നില്ല. ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കി അടുക്കള ഇത്? അതിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. നല്ല ലെവലിൽ നിൽക്കും കേട്ടോ. പിന്നെ എല്ലാ പാത്രങ്ങളും ഇവിടെയും വെക്കാം. ഒരുവിധം കുണ്ടൻ പാത്രങ്ങളൊക്കെ അല്ലേ കറി എടുക്കുന്നതൊക്കെ. അധികം പ്ലേറ്റ് ഒന്നും വെക്കണ്ട, ആൾ കുറവുള്ളത് അതിനനുസരിച്ച് വെച്ചാൽ മതിയല്ലോ. കണ്ടോ, ഒന്ന് വെക്കുക. പിന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് അറിയോ? സോപ്പും കഴുകുന്ന തുണിയൊക്കെ വെക്കാൻ വേറെ ഒന്ന് ഇത് അപ്പം ഇതിലേക്ക് വെച്ച് അങ്ങനെ ഉറ്റിയോളും താഴോട്ട് ഉറ്റും. പിന്നെ അതെവിടെയും സ്പൂണൊക്കെ വെക്കാൻ ഇവിടെ, കത്തി വെക്കാനൊക്കെ സൗകര്യമുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ഇങ്ങനെ നിൽക്കുള്ളൂ അല്ലേ. ഗ്ലാസ് ഇങ്ങനെ അവിടെ കമിഴ്ത്ത് വെക്കേണ്ടി വരും. ഏതായാലും സംഭവം ഇത് സൂപ്പർ. അതാ സ്റ്റാൻഡ് ഇങ്ങനെ, ഇത് സ്റ്റാൻഡ് ഇവിടെ ഒട്ടിയാണ് നിൽക്കും. ടൈലുമേൽ ഒട്ടി നിൽക്കുന്ന സീസൺ. ഇത് അനങ്ങൂര. എവിടെയും കമ്പിയൊന്നും, എവിടെയും നമ്മൾ ആണി അടിച്ച് വെച്ചല്ല ഇത്. അല്ലാണ്ട് തന്നെ ഇവിടെ അങ്ങ് സ്റ്റാൻഡ് നിന്നോളൂ. ഇനി ഇത് ഞാനൊക്കെ മാറ്റി തന്നെ പഴയത്. എനിക്ക് സങ്കടം വരിക. ഓമനിച്ച് കൊണ്ടുവന്നിരുന്നു. അടുക്കള പണികളൊന്നും തീർന്നില്ല, ഒന്നും വിചാരിക്കരുത്. ഞങ്ങൾ ഓരോ സർപ്രൈസ് തരുമ്പോൾ അതിൻ്റെ പുറകിൽ അങ്ങോട്ട് പോയതാ. ഇത് നിങ്ങൾക്ക് എടുക്കാൻ ഞാൻ ഇതൊക്കെ നിറച്ച് വെക്കട്ടെ, ഓരോന്ന് ആവശ്യമുള്ളത്. ഇപ്പം കോഴി പൊരിച്ച് തിന്ന് കാണിച്ചു തന്ന്, അടിച്ചു വാരി കാണിച്ചു തന്ന്. ഇനി പാത്രം വെച്ചിട്ട് ഇനി ഒന്നും കൂടെ ഉണ്ട്, അതും കൂടി പൊളിക്കട്ടെ. ഇതിപ്പോൾ അവസാനത്തെ ബോക്സ് സർപ്രൈസിൻ്റെ. ഇത് എന്താണെന്നുള്ളത് എനിക്ക് അറിയൂടാ. ഇനിയിപ്പോൾ ഇവർ പറഞ്ഞു തന്നെ എന്താണെന്നുള്ളത്. ഭയങ്കര വെയിറ്റും ഇതിന് ഭയങ്കര വെയിറ്റാണ്. എന്തെന്തിനാ അത് പറ്റുന്നത്? ഇത് പൊളിച്ചു നോക്കുക ഇതെന്താന്നുള്ളത്. ഇതെന്താ സംഭവം എന്നറിയാം. പൊളിക്ക് ഇപ്പല്ലേ മനസ്സിലായത്. ഇത് ഞങ്ങളെ കുളിമുറിയിലെ വെള്ളം തുറക്കുമ്പോൾ ഫോഴ്സ് കുറവാണ്. ഇപ്പം മോൻ വന്ന് നോക്കുക, മോൻ്റെ കുളിമുറിയിൽ കുളിക്കുമ്പോൾ ഫോഴ്സില്ലോന്ന് പറഞ്ഞ് ബഹളം വെക്കുക. അതിന് വേണ്ടി മോൻ വാങ്ങിച്ചതാണ് ഇത് കേട്ടോ. ഇതുണ്ടെങ്കിൽ വെള്ളം ഫോഴ്സിൽ വരും. ഇത് മോട്ടറിൻ്റെ അടുത്ത് ഇവിടെ വെക്കുന്നതാണ് ഇത്. അതിനിപ്പോൾ ഇലക്ട്രീഷ്യൻ വരണം. ടാങ്കിൻ്റെ അടുത്തില്ലേ, ടാങ്കിൻ്റെ അടുത്ത് അത് വെക്കണ്ടില്ലേ. ഇത് ഭയങ്കര വെയിറ്റുവാ. ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് പൊന്തിക്കുന്നില്ല, ആൾ വന്നിട്ടേ ഇത് പൊന്തിക്കുന്നുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇതാണ് സംഭവം. നിങ്ങൾക്കിപ്പം വാങ്ങി ഇവിടെ കുറേ സർപ്രൈസ് ഞാൻ കാണിച്ചു തന്നില്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട സർപ്രൈസ് ഏതാ? എനിക്ക് ഏതാണെന്നറിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പൊരിക്കുന്നതാണ്. എന്താണെന്നറിയാം, എണ്ണല്ലാണ്ട് അതിലെന്തൊക്കെ ഉണ്ടാക്കാൻ പോലും, മീൻ പൊരിക്കുക പോലും, പൂരി ഉണ്ടാക്കാന്ന്, പപ്പടം പൊരിക്കുക, പിന്നെ ചിക്കന് എല്ലാം, ചപ്പാത്തി ചൂടാൻ പറ്റിയിരിക്കും. ചപ്പാത്തി ചൂടാ, പൂരിയൊക്കെ എണ്ണല്ലാണ്ട്. എനിക്കറിയില്ല ടേസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത്. അങ്ങനെയൊക്കെ പറ്റുന്ന പറയുന്നത് ഒക്കെ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതോറും ഓരോന്ന്. എന്തായാലും സർപ്രൈസ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അതിനപ്പുറം എനിക്ക് സങ്കടമാണ് വരിക. കാരണം ഈറ്റുങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് വാങ്ങിത്തരിക മക്കൾ എന്നറിയാം. നമ്മൾ ചെറുപ്പത്തിൽ, എൻ്റെ അമ്മോ ഞാനൊക്കെ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ, എനിക്ക് 2 ആൺകുട്ടികൾ, അവരെ സ്കൂൾ പറഞ്ഞേക്കണം, എനിക്ക് സ്കൂൾ പോകണം, ഹസ്ബൻഡിന് പോകണം. രാവിലെ ഒരു തട്ടിപ്പടിച്ച്, അന്നേരം ഈ മെഷീനും ഇല്ല, ഒന്നുമില്ല. ഇപ്പം പ്രായമായി, എല്ലാം കഴിഞ്ഞ് പുരക്കാടുക്കി മൂലയിലായി വെക്കുമ്പോൾ മക്കളാളായി നല്ല രീതിയിലായി. തിരിച്ചിങ്ങനെ ഓരോന്ന് വാങ്ങി തരുന്നു. പണ്ടത്തെ കാലമൊക്കെ ആലോചിക്കുമ്പോൾ കരഞ്ഞു.
അത്രക്കും നമ്മൾ വിഷമം അനുഭവിച്ചിരുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, ജോലിക്ക് പോകുന്ന എല്ലാവരും അങ്ങനെ അനുഭവിച്ച. ഇപ്പോൾ അൽഹംദുലില്ലാ ഓരോന്ന് വാങ്ങിയപ്പോൾ റെസ്റ്റ് എടുക്കാനൊക്കെ ആയി. ഞങ്ങൾക്ക് അടുത്ത് ഞങ്ങളെ കുടുംബത്തിലേക്ക് ഒരാൾ അംഗം കൂടാൻ പോവുകയാണല്ലോ അടുത്ത ആഴ്ച. അതിൻ്റെ ഒരു ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നേരം മോൻ വന്നല്ല, കുട്ടി വന്നിട്ട് മോളോന്നറിയില്ല, വന്നിട്ട് എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം അതിൻ്റെ മുമ്പേ വനിതാ ദിനല്ലേ, അപ്പോൾ പിന്നെ ഞാൻ കാണിച്ചതാ. ഇപ്പം പറയണേ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളതും ഇഷ്ടപ്പെടാത്തത് ഏതാണെന്നുള്ളതൊക്കെ പറയണം കേട്ടോ. ഇതുപോലെ എനിക്ക് കിട്ടിയതുപോലെ തന്നെ എല്ലാ രക്ഷിതാക്കൾക്കും മക്കൾ ഇങ്ങനെ കൊടുക്കുന്ന മക്കളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.